ഹലോ. നല്ല പഴങ്കഞ്ഞിയും ഇച്ചിരി ചക്കപ്പുഴുക്കും തലേന്നത്തെ മീൻകറിയും. ആഹാഹാ, എന്താ അന്തസ്സ്! അത് പോരാഞ്ഞിട്ട് ഇച്ചിരി വാഴച്ചുണ്ടും നമ്മുടെ തൈരും കൂടി ഉണ്ടെങ്കിൽ പൊളിച്ചു. ഇന്നത്തെ ദിവസം അങ്ങനെയായിരുന്നു കേട്ടോ തുടങ്ങിയത്. സൂപ്പർ. അത് കഴിഞ്ഞപ്പോൾ ദോണ്ടേ ആട്ടിൻകുഞ്ഞുങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങേ വീട്ടിലമ്മയുടെ അവിടെ നിന്നുള്ള ആട്ടിൻകുഞ്ഞുങ്ങളാണ്. ഇവർക്കെല്ലാം ചക്കപ്പുഴുക്കും പഴങ്കഞ്ഞിയും ഒന്നും ഏശത്തില്ല മക്കൾസിനെ. എന്നാൽ പിന്നെ ഉപ്പുമാവാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് വേഗം മക്കൾസിന് രണ്ടുപേർക്കുള്ള ഉപ്പുമാവ് ഉണ്ടാക്കലായി പരിപാടി. സവോള ഇച്ചിരി വഴറ്റി ഇച്ചിരി ഉണക്കമുന്തിരിയൊക്കെ അതിനകത്തേക്ക് ഇട്ടിട്ട് നമ്മുടെ റവേനെ ഒന്ന് വറുത്തു. ചെറുതായിട്ടൊന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വന്നു കഴിയുമ്പം ഇച്ചിരി ചൂടുള്ള വെള്ളം അതിനകത്തേക്ക് അങ്ങ് ഒഴിക്കും. കണ്ട, എന്നിട്ട് നല്ല അടച്ചങ്ങ് വയ്ക്കും. അപ്പോൾ ഇച്ചിരി കട്ട പോലെ ഇരിക്കും. ഉപ്പിടാൻ ഞാൻ മറന്നു പോയായിരുന്നു കേട്ടോ, അപ്പോഴാണ് ഇട്ടത്. അത് കഴിഞ്ഞിട്ട് അത് ഇച്ചിരി കട്ട പിടിച്ചിരിക്കത്തില്ലേ, അങ്ങ് മൂടി വയ്ക്കുക. മൂടി വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിത് ഇങ്ങനെ ചെത്തി ഇങ്ങനെ എടുത്ത് കഴിഞ്ഞാൽ നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ടുള്ള ഉപ്പുമാവ് കിട്ടും. പിള്ളേർക്ക് അങ്ങനെ കഴിക്കുന്ന ഇഷ്ടം. എന്നാൽ ചക്കക്കുരു മാങ്ങ ഉണ്ടാക്കിയേക്കാന്ന് ഓർത്ത് ചക്കക്കുരു മാങ്ങയും മുരിങ്ങക്കോലും അരിഞ്ഞ് റെഡിയാക്കി വെച്ചു ബീനമ്മ. അപ്പോഴാണ് നമ്മുടെ KCB പണി തന്നത്. കൂവിച്ചൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും കരണ്ട് പോയി. എന്നാൽ ജോർജ് കുട്ടിക്ക് കൊടുത്തു വിടാൻ ഇന്നലെ വെച്ച മീനിനകത്തുനിന്ന് 2 എണ്ണം എടുത്തങ്ങ് വറുത്തു. ഒരു ഉടായിപ്പ്. എങ്ങനെയെങ്കിലും ഓടിപ്പോവട്ടെ ഇന്നത്തെ ദിവസം. പിന്നെ അവർ രണ്ടും കൂടെ കളിയും മേളമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ അരപ്പിനുള്ളതും റെഡിയാക്കി വെച്ചു, എപ്പോൾ കറണ്ട് വന്നാലും പോകുമെന്ന്. അത് കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞ് ടച്ച് വെട്ടാ വൈകുന്നേരം വരത്തുള്ളൂ എന്ന്. കറണ്ട് വന്ന പാടെ അമ്മമ്മ അരച്ച് വെച്ചു. കറി റെഡിയായത് ഞാൻ പിന്നീട് അറിഞ്ഞ്. പിന്നെ ഇന്ന് കറണ്ട് ഇല്ലാത്തത് കൊണ്ട് ആകെ മൊത്തം അങ്ങനെ പോയി. വൈകുന്നേരം ആയപ്പോൾ വെയിലാറിയപ്പോൾ ഞങ്ങളുടെ പറമ്പിലേക്കല്ല വഴിയിലേക്ക് ഇറങ്ങി. കണ്ടാ, വഴിയാണ് നീണ്ട് കിടക്കണത്. ഞങ്ങൾ മലയുടെ മുകളിലാട്ടോ വീട്. വഴിയിലിങ്ങനെ പോയിരുന്ന വൈകുന്നേരം മിക്ക ദിവസങ്ങളിൽ ഇരിക്കുന്നത് ഒരു സന്തോഷമുള്ള കാര്യമാട്ടോ. കണ്ടോ, ചേട്ടൻ ചെയ്യുന്നത് പോലെ തന്നെ മണ്ണ് മാന്തിക്കൊണ്ടിരുന്ന 2 JCBകളെ. അത് കഴിഞ്ഞ് വെച്ചിട്ട് ഞാനും ഈ ചാനകയുടെ കടയിലേക്ക് പോയി. ഞങ്ങളുടെ ഷോപ്പാട്ടോ, കൊത്താട്ടുള്ളത്തുള്ള V4U. കടയുടെ ഒരു പ്രൊമോഷനാണെന്ന് വേണമെങ്കിൽ കൂട്ടിക്കാട്ടാ. കുറച്ച് എഡിറ്റിംഗ് ഉണ്ടായിരുന്നു, അതിന് വേണ്ടി ഈ ചാനൻ്റെ അടുത്തേക്ക് പോയതാണ്. നമ്മുടെ ഷോപ്പ് ചെയ്താട്ടോ ഇങ്ങനെ നമ്മുടെ ഹോസ്പിറ്റൽ എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഇല്ലേ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വയ്യാതെ കിടക്കുന്നവർക്ക് വേണ്ട സാധനങ്ങളും എല്ലാം ആയിട്ടുള്ള സർജിക്കൽ ഷോപ്പ് എന്ന് പറയും. അത്യാവശ്യം കുഴപ്പമില്ലാതെ പോണ ഒരു ഷോപ്പാട്ടോ. അത്യാവശ്യം എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് സ്പെഷ്യൽ ഡിസ്കൗണ്ട് മേടിച്ചു തരാം ആർക്കെങ്കിലും വേണമെങ്കിൽ കേട്ടോ. BP മെഷീൻ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വേണമെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. പിന്നെ ഞങ്ങൾ നേരത്തെ തിരിച്ചു പോരാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കും ഭയങ്കര മഴ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോന്നു. വീട്ടിലെത്തിയപ്പോഴത്തേക്കും ബീനാമ്മ ചക്കയൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. ഇനി അടുത്ത വിശേഷങ്ങളായിട്ട് നാളെ കാണാം കേട്ടോ. ടാറ്റാ.